നമുക്കിന്ന് പൂവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. പൂവിനെ പറ്റി ഒരു കൊച്ചു വിവരണം. എല്ലാവർക്കും പൂവ് കാണാവോ? ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞേ. പൂവിന് മണമുണ്ട്. ഇത് ഏത് തരം പൂവാണ്? റോസപ്പൂവ്. റോസപ്പൂവിന് നല്ല മണമുണ്ടല്ലേ? അപ്പം പൂവിന് മണമുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാമോ ഈ പൂവിൻ്റെ നിറം? അപ്പം പൂവിന് നിറമുണ്ട്. പിന്നെ പൂവിന് ചന്തമുണ്ട്. പൂവിന് ഇതളുകളുണ്ട്. ഉണ്ടോ? ഇതള്. പൂവിന് ഇതളുണ്ട്. പിന്നെ ഈ പൂവ് എപ്പോഴാണ്? രാത്രിയിലാണോ പകലാണോ വിടരുന്നത്? പകൽ വിടരുന്ന പൂവാണ് റോസപ്പൂവ്. രാത്രിയിൽ വിടരുന്ന ഒരു പൂവിൻ്റെ പേര് പറയാമോ? മുല്ലപ്പൂവ്. ഇനി ഇവിടെ വിവരണം എഴുതിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ വായിച്ചു തരാം. പൂവിന് മണം ഉണ്ട്. പൂവിന് നിറം ഉണ്ട്. പൂവിന് ചന്തം ഉണ്ട്. പൂവിന് ഇതൾ ഉണ്ട്. പകൽ വിടരുന്ന പൂവുണ്ട്. ഇവിടെ ഈ ഭാഗത്തുള്ള ഇത് മുഴുവൻ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. അപ്പോൾ എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല. ആ പാടെ പഠിക്കാത്ത ഒരക്ഷരം ഇവിടെയുള്ളത് ഉണ്ട് എന്നെഴുതുമ്പോൾ അതിലുള്ള ഇണ്ട. ഉണ്ട്. ഉണ്ട്. ഇവിടെയാണ് പൂവിന് മണം ഉണ്ട്. പൂവിനെന്നും മണോ ഇത് എഴുതാൻ പഠിച്ചതാണ്. ഇനി നമുക്കിത് മാത്രമേ പഠിക്കാനുള്ളൂ. ഉണ്ട്, ഇണ്ട. അടുത്തത് പൂവിന് നിറം ഉണ്ട്. പൂവിന് ചന്തം ഉണ്ട്. ചന്തമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. പൂവിന് ഇതളുണ്ട്. ഇതിലെ ഓരോ ഇതളും തിരിഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ. ഇത് പൂവിന് ഇതളുണ്ട്. പകൽ വിടരുന്ന പൂവുണ്ട്. നമുക്ക് ഇണ്ട എങ്ങനെ എഴുതുന്നതെന്ന് ഇന്ന് പഠിക്കാം. ഇനി എഴുതി എഴുതുന്നത് പോലെ വന്ന് ഇതാ ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരേ ലെവലിൽ വരണം. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഇതാ ഇങ്ങനെ വന്ന് ഇതാ ഇത് ഒരേ ഒപ്പം വരണം. ചിലരെഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അത് ശരിയല്ല. പിന്നെ ചിലർ ഇങ്ങനെ വന്ന് ഒന്നുകൂടെ എഴുതും. ഇതുപോലെയും അല്ല എഴുതേണ്ടത്. ഒന്നുകൂടെ കാണിക്കാവേ. ഇങ്ങനെ വന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇങ്ങനെ വന്ന് ഇവിടെ മുകളിൽ വന്ന് ഞാൻ തിരിയുന്ന നേരത്ത് തന്നെ ഇത് അകത്തോട്ടെഴുതി ഇങ്ങനെ എഴുതി കഴിയുമ്പം അത് തെറ്റുകയില്ല. ഇണ്ട. ഇനി ഇണ്ട ചേർന്ന് വരുന്ന വാക്കുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ചെണ്ട, ചെണ്ട. തീവണ്ടി, തീവണ്ടി. വണ്ടി,
വണ്ട്. ചെണ്ട, തീവണ്ടി, വണ്ടി, വണ്ട്. എന്നിട്ട് വായിച്ചുതരാം. ചെണ്ട, തീവണ്ടി, വണ്ടി, വണ്ട്. ചെണ്ട തന്നു. തന്നു. തീവണ്ടി കണ്ടു. കണ്ടു. വണ്ടി നന്നാക്കി. നന്നാക്കി. വണ്ടി നന്നാക്കി. വണ്ട് മൂളി. വണ്ട് മൂളി. സെന്റൻസ് വായിച്ചു തരാം. ചെണ്ട തന്നു. തീവണ്ടി കണ്ടു. വണ്ടി നന്നാക്കി. വണ്ട് മൂളി. ഒന്നുകൂടെ. ഇണ്ട. ചെണ്ട തന്നു. തീവണ്ടി കണ്ടു. വണ്ടി നന്നാക്കി. വണ്ട് മൂളി. ഇനി നോട്ട് ബുക്കിൽ എഴുതുന്നത് കാണിച്ചു തരാം. ആദ്യം വിവരണം എഴുതി അതിന് താഴെ പൂവ്. നമ്മൾ പൂവിനെ പറ്റിയുള്ള വിവരണമാണ് എഴുതുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പൂവിന് മണമുണ്ട്. പൂവിന് നിറമുണ്ട്. പൂവിന് ചന്തമുണ്ട്. പൂവിന് ഇതളുണ്ട്. പകൽ വിടരുന്ന പൂവുണ്ട്. ഈ വിവരണം എല്ലാവരും പഠിക്കണം. ചെണ്ട, കണ്ടം, വണ്ട്, തണ്ട്, തീവണ്ടി, മണ്ടൻ, മുണ്ട്, കിണ്ടി, ചുണ്ട്, രണ്ട്, കൽക്കണ്ടം. ചെണ്ട തന്നു. കണ്ടം കണ്ടു. വണ്ട് മൂളി. തണ്ട് തുളച്ചു. തീവണ്ടി കണ്ടു. മണ്ടൻ ചാടി. മുണ്ട് കൊടുത്തു. കിണ്ടിക്ക് വാലുണ്ട്. ചുണ്ട് കീറി. രണ്ടു കിളികൾ. കൽക്കണ്ടം തിന്നു. ഇതെഴുതി പഠിക്കണം.